ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഒരു ഹെൽമെറ്റാണ്. നമ്മുടെ വെമറിൻ്റെ ഹെൽമെറ്റ്. വെമറിൻ്റെ സഫയറിലെ അതിൻ്റെ മാർസ് സിൽവർ റെഡ് എന്നുള്ള മോഡലാണ്. സ്പാർട്ടൻ ഗിയർ പ്രോ എന്നാണ് മേടിച്ചത്. അവരാണ് ഇതിൻ്റെ ഡീലർ. ഇത് ഇമ്പോർട്ടഡ് ആണ്. അൺബോക്സ് ചെയ്യാം. ഇത് അൺബോക്സിംഗ് എന്ന് വെച്ചാൽ ഞാനിത് പൊട്ടിച്ചായിരുന്നു, ഞാൻ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് മേടിച്ചത്. അതുകൊണ്ട് ഇതാണ് ഇത് ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, കൂടുതലാണ് പാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. ECE 22.05 എന്നുള്ളത് പാക്കറ്റിലാണ്, നമ്മുടെ ഹെൽമെറ്റിൽ എഴുതിയിട്ടില്ല. അത് വലിയൊരു ഡ്രോബാക്കാണ്. ഓക്കെ, ഇതിങ്ങനെ തുറക്കാം. മീഡിയം സൈസാണിത്. ഇതാണ് സാധനം. ഈ മൗണ്ട് നോക്കണ്ട, ഇത് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഒട്ടിച്ചതാണ്. ഞാൻ ഒട്ടിച്ചപ്പോഴാണ് വിചാരിച്ചത് അൺബോക്സിൻ്റെ വീഡിയോ എടുക്കാമല്ലോ. ഈ മൗണ്ട് നോക്കണ്ട. ഓക്കെ, ഇതാണ് സാധനം. സൈഡ് ഉണ്ടോ? ഇവിടെ എഴുതിയിട്ടില്ല, നമ്മുടെ സർട്ടിഫിക്കേഷൻ എഴുതിയിട്ടില്ല. പക്ഷേ ഇത് സർട്ടിഫൈഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഓൺലൈനിലെല്ലാം തപ്പി, അപ്പോൾ അവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ബുക്കുണ്ട്, മാനുവലാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം ഇത് ഡബിൾ വൈസർ ഉള്ളതാണ്. ഡബിൾ വൈസർ, ഇതിനകത്ത് ഡബിൾ വൈസറാണ്. അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത്. ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ കൺട്രോളർ, കാണിച്ചത്. ഇതാണ് എൻ്റെ വൈസർ. ഈ വൈസറിൽ തന്നെ ലോക്കുണ്ട്. ഉണ്ടോ? ഇതിവിടെ ലോക്കുണ്ട്, ലോക്കായിരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഡബിൾ വൈസർ നമ്മളിത് താഴോട്ട് വരും, കണ്ടില്ലേ? വേറെ ഒരു പ്രത്യേകം, ഞാൻ MTയുടെ ഹെൽമെറ്റാണ് എടുക്കാൻ പോയത്. പക്ഷേ MTയുടെ ഹെൽമെറ്റ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഇത്രയും വൈഡ് ആംഗിളാണ്. MTയുടെ ഇതുവരെയൊക്കെ ഇവിടെ ഒന്ന് ക്ലോസ് ആവും, നമുക്ക് പെരിഫറൽ വ്യൂ നല്ലവണ്ണം കിട്ടത്തില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല, വലിയ വൈസറാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ വെന്റിലേഷന് വേണ്ടിയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ മുകളിൽ രണ്ട് സ്റ്റേജിലായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇതുവഴി എയർ കയറിയിട്ട് ഇതുവഴി എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തന്നിട്ടുണ്ട്. മഴയുള്ള സമയത്ത് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ അകത്ത് വെള്ളം കയറും. അടുത്തതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിതിനകത്ത് ഇൻ്റർകോം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സേന പോലെയുള്ള ഇൻ്റർകോം ഇതിനകത്ത് കയറത്തില്ല. അതിന് വേറെ ഏതൊരു മോഡലിൻ്റെ ആണ് കയറത്തുള്ളൂ. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. തുറന്നു കഴിയുമ്പോൾ ഒരു ഓട്ട തന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇതിൽ കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. സേനയൊക്കെ ഇത് തിരിച്ചിങ്ങനെ വെറുതെ ഞെക്കി വെച്ചാൽ മതി. വളരെ പിന്നെ നമ്മൾ ഇൻ്റർകോം കണക്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കണ്ടില്ലേ, ഇതിങ്ങനെ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇൻ്റർകോമൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ടച്ച് ആവത്തില്ല. ഡിസൈൻ വൈസ് വളരെ നല്ലതാണ്. ഇതിന് ബാക്കിൽ സഫയർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിന് വേറെ കുഴപ്പമുണ്ട്. കണ്ടില്ലേ, ഡീലോക്കല്ല, സാധാരണ ഇതാണ്. പക്ഷേ ഇത് ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർകോം കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം പൊസിഷൻസ് അവിടെ ഒരു മാർക്ക്, ഇത് എന്താ പറയുക, ഒരു പ്രത്യേക സ്പോട്ട് അവർ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൗച്ചല്ല, ഒരു സ്പോട്ടാണ്. കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ പാഡിംഗ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ചിൻ കർട്ടനും റിമൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ അത് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിലും വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഹെൽമെറ്റിലും ഉള്ളതുപോലെ തന്നെ 3 ലോക്ക് ബട്ടണുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യുക, കണ്ടില്ലേ?
ഇതെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് കഴുകി വയ്ക്കാമെന്നുള്ളതാണ്. എൻ്റെ 3 പ്രസ് ബട്ടണാണുള്ളത്. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിങ്ങനെ മടക്കി വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇത് ഇത്രേ റിമൂവ് ആകുള്ളൂ. ഇതിങ്ങനെ നമുക്ക് മടക്കി വയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണ്, കണ്ടില്ലേ, ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ ഒരു അവർ വെട്ടി വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇതൊരു വയറൊക്കെ കറക്റ്റ് വെച്ചിട്ട് നമ്മുടെ മൈക്കിൻ്റെ ബൂം മൈക്ക് ഇതുവഴി ഇങ്ങനെ എടുത്ത് ഇവിടെ ഒരു വെൽക്രോ എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. കറക്റ്റ് ഒരു നമ്മുടെ സ്പീക്കർ വെക്കുന്നതിന് വേണ്ടി ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അവിടെ വയറൊക്കെ ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ വൈസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഫോഗ് ഫിലിം വെക്കുന്നതിന് വേണ്ടി ഇതിൽ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. ഇത് ആൻറ്റി ഫോഗ് ആണ് ഓൾറെഡി, പക്ഷേ എന്നാലും അഡീഷണലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോർഷനാണ് ഇവിടെ പൊസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റിക്കർ വളയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റിക്കർ ഇളക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ തുറക്കാം. നൈസ്, നല്ല സൗണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. സർട്ടിഫിക്കേഷൻ കൂടി അവർ പുറകിൽ തന്നിരുന്നെങ്കിൽ ഇത് നല്ലൊരു ഇതായിരുന്നു. ഇത് നമ്മൾ ലോക്കലായിട്ട് പോകുന്ന സമയത്ത് പോലീസുകാർ കൈ കാണിച്ച് എവിടെടാ അതിൻ്റെ ISI മാർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. ലോക്കുണ്ട് ഇവിടെ. ഇത് മേടിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇത് സ്പാർട്ടൻപ്രോഗിയറിൽ കയറി ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് മേടിക്കാം. അവിടെ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തായാലും നല്ല സാധനമാണ് കേട്ടോ, ഇമ്പോർട്ടഡ് ആണ്. ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സർട്ടിഫിക്കേഷൻ പുറത്തില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പീസ്.